കാലത്ത് എന്തൊക്കെ ത്വരീക്കത്ത് വന്നു, തെറ്റായ സിദ്ധന്മാർ. ചോറ്റൂർ ത്വരീക്കത്ത് വന്നു, കൊരൂർ ത്വരീക്കത്ത് വന്നു, നൂരിഷ ത്വരീക്കത്ത് വന്നു, ഷംസിയ ത്വരീക്കത്ത് വന്നു, ആലുവ ത്വരീക്കത്ത് വന്നു, വേങ്ങാട് ഷെയ്ഖ് വന്നു. ഒരുപാട് വ്യാജ സിദ്ധന്മാരും തെറ്റായ ത്വരീക്കത്തുകൾ വന്നു. തെറ്റായ ത്വരീക്കത്തുകൾ വരുമ്പോ, തെറ്റായ സിദ്ധന്മാർ വരുമ്പോ ആളുകൾ ആകർഷിക്കപ്പെടും. 10 വിരലുകളും മോതിരങ്ങൾ, പച്ച ഒല്ലി, നീണ്ട താടി, വലിയ തസ്ബീഹിന്റെ മാല, ഈ ജപവുമായി നടക്കുന്ന ഇത്തരം ആളുകൾ സത്യമാണോ അസത്യമാണോ തിരിച്ചറിയണമെങ്കിൽ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ആലിമ്യങ്ങൾക്ക് സാധിക്കൂ. ആലിമ്യങ്ങൾ അക്കാര്യം കൃത്യമായി ഭംഗിയായി നിർവഹിച്ചതിനെ തുടർന്ന് ഒരു ചോറ്റൂർ ത്വരീക്കത്തുകാർ ആരെയും നമുക്കറിയില്ല, കൊരൂർ ത്വരീക്കത്തുകാർ എവിടെ നമുക്കറിയില്ല, ഷംസിയ ത്വരീക്കത്ത് എവിടെ നമുക്കറിയില്ല, നൂർഷ ത്വരീക്കത്തിന് ചെറിയ ശകലങ്ങൾ ബാക്കി നിൽക്കുന്നു, ആലുവ ത്വരീക്കത്ത് ചിഹ്ന ഭിന്നമായി കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ? എന്നിട്ട് ചോദിക്കോ സമസ്ത എന്താണ് ഇവിടെ ചെയ്തത് എന്ന്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ, അതിന്റെ യഥാർത്ഥ മാർഗമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്, അതിൽ മുസ്ലിം ജനസമൂഹത്തെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി കഠിന യത്നം നടത്തി സമസ്ത ചെയ്തു. അത് സമസ്ത ചെയ്തത് അത് തന്നെയാണ്. സമസ്തയുടെ ലക്ഷ്യവും അതാണ്. ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു. സമസ്ത ലക്ഷ്യത്തിൽ വിജയകരമായി മുന്നോട്ട് പോയിട്ടുണ്ട്. എന്റെ ഐക്യ അബ്ദുൽ ഹമീദ് ഫൈസിയോടല്ലേ? അബ്ദുൽ ഹമീദ് ഫൈസി സുന്നിയാന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ, മനസ്സിലായോ?